കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ബലഹീനതകളേക്കാൾ ശക്തം, മാർപ്പാപ്പ. ലയണൽ മെസ്സിക്ക് പത്രപ്രവർത്തകൻ കൊന്ത സമ്മാനിച്ചു. ഏഷ്യൻ മെത്രാൻ സമിതിയുടെ ഫെഡറേഷൻ 12ാമത് പ്ലീനറി അസംബ്ലി ജൂലൈ 20 മുതൽ. UNA-ക്കെതിരെ മാർ ജോസ് പുളിക്കൽ. വാർത്തകൾ വിശദമായി. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ബലഹീനതകളേക്കാൾ ശക്തമാണെന്ന് ലയോ 14 പാപ്പ. അവധിക്കാലം ചെലവഴിക്കാനായി കാസൽ കൊണ്ടോൽഫയിലെത്തിയ പാപ്പ ഞായറാഴ്ച വിശ്വാസികൾക്കായി വചന സന്ദേശം നൽകുകയായിരുന്നു. വിധക്കാരന്റെ ഉപമയെ ആസ്പദമാക്കിയുള്ള ചിന്തകളായിരുന്നു പാപ്പ പങ്കുവച്ചത്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ തന്റെ വചനവും ശക്തിയും നിക്ഷേപിക്കുന്നതിൽ ദൈവം കാണിക്കുന്ന ഔദാര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് പാപ്പ എടുത്തു പറഞ്ഞു. ജൂലൈ 12 സീ സൺഡേയായി ആചരിക്കുന്നതോടനുബന്ധിച്ച് പാപ്പ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ആശംസകളും നേർന്നു. 2026 ഫിഫ ലോകകപ്പിൽ പോരാടുന്ന അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്ക് മാധ്യമപ്രവർത്തകൻ ജൂലിയൻ പെരേസ് കൊന്ത സമ്മാനിച്ചു. വത്തിക്കാനിൽ നിന്നുള്ള വെഞ്ചിരിച്ച കൊന്തയാണ് മാധ്യമപ്രവർത്തകൻ സമ്മാനിച്ചത്. മെസ്സി ജൂലിയന് നന്ദി പറയുകയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. ജൂലിയൻ മെസ്സിക്ക് കൊന്ത നൽകുകയും മെസ്സി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ 12ാമത് പ്ലീനറി അസംബ്ലി ജൂലൈ 20 മുതൽ 26 വരെ ജക്കാർത്തയിൽ നടക്കും. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 120 മെത്രാൻമാർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് ബോംബെ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പങ്കെടുക്കും. ലയോ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടാണ് കർദിനാൾ ഗ്രേഷ്യസ് പങ്കെടുക്കുന്നത്. തൃശൂരിലെ അമല ജൂബിലി ആശുപത്രികൾക്കെതിരെ നടക്കുന്നത് നേഴ്സുമാരുടെ സമരമല്ല, UNA-യുടെ സ്പോൺസേഡ് പൊറാട്ട് നാടകമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോസ് പുളിക്കൽ. ആതുര ശുശ്രൂഷ മേഖലയിൽ ഇതുവരെയും സർക്കാർ നിയമ സംവിധാനങ്ങളോട് ചേർന്ന് മാത്രമാണ് സഭ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും സാധാരണക്കാരന് കൈത്താങ്ങുന്ന ജൂബിലി അമല ആശുപത്രികൾക്കെതിരെ നടക്കുന്ന ഒരു പൊറാട്ട് നാടകവും വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.